ഷിരൂരിൽ നിന്ന് റിപ്പോർട്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറും നമ്മുടെ വാർത്താ സംഘവും തയ്യാറാണ് തത്സമയ വിവരങ്ങൾക്കായി. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് SP എത്തുമെന്ന് താങ്കളോട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതും SP പറയുന്നതുമൊക്കെ. പക്ഷേ ഇതുവരെയും അവിടെ നിന്ന് നമ്മൾ മടങ്ങുന്ന വേളയിൽ പോലും SP അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. രഞ്ജിത്ത് ഇസ്രയേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു രക്ഷാദൗത്യമാണോ നമുക്കവിടെ കാണാൻ കഴിയുന്നത്? എല്ലാ വിഭാഗങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സംഘം തന്നെ 6ാം ദിവസമാകുമ്പോൾ തെരച്ചിലെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അങ്ങനെ ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടോ? യെസ് നമ്മൾ SP ശ്രീ നാരായണനോട് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ SP സംസാരിച്ചപ്പോൾ പറഞ്ഞത് 9 മണിക്ക് എത്താം, നമ്മളോട് സംസാരിക്കാമെന്നാണ് അദ്ദേഹം. പക്ഷേ അതിനുശേഷം പിന്നീട് ബ്രീഫ് ചെയ്തിട്ടില്ല. MLA പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇപ്പോൾ 2:30 പോലീസിൻ്റെ CM-ന്റെ വരവുണ്ട്. അപ്പോൾ CM-ന് വരാൻ വേണ്ടിയുള്ള വഴിയൊരുക്കലും ബാക്കിയുള്ള സുരക്ഷാ സംവിധാനങ്ങളുമാണ്. ഏറെ പ്രധാനപ്പെട്ട കാര്യം സുജയ പാർവതി, ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ മിഷനാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. NDRF-ൻ്റെയും SDRF-ൻ്റെയും സംഘങ്ങൾ ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലി നിർദ്ദേശം നൽകുന്നതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രാദേശികമായ തലത്തിൽ MLA സതീഷ് സെയിൽ അടക്കമുള്ളവർ ഇപ്പോൾ ഉണ്ട്. മിനിസ്റ്റർ അല്പസമയത്തിനുള്ളിൽ എത്തും. റവന്യൂ മിനിസ്റ്ററുമായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിയതിനു ശേഷം പ്രതികരണം നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സതീഷ് സെയിലാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്ന് 2:30 ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ എത്തുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ഇത് ഗംഗാവാലി നദിയാണ്. ഈ ഗംഗാവാലി നദിയുടെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ NDRF-ൻ്റെയും ഒപ്പം തന്നെ നേവിയുടെ ഒരു സംഘവും കൂടി ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഈ നദിയിൽ ഈ ടാങ്കർ മറിഞ്ഞു വീണ് 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഒരു ടാങ്കറിൻ്റെ ഒരു ബുള്ളറ്റ് കണ്ടെത്തിയതും ആ ഡെഡ് ബോഡി കണ്ടെത്തിയത് ഗോകർണത്ത്. ഇവിടെ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഗോകർണത്താണ് ആ ഡ്രൈവറുടെ മൃതശരീരം കണ്ടെത്തിയതും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഈ പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് രഞ്ജിത്ത് ഇസ്രായേലിയാണ്. രഞ്ജിത്ത് ഇസ്രായേലിക്കൊപ്പം തന്നെ ലോക്കൽ MLA സതീഷ് സെയിൽ അടക്കമുള്ളവരുണ്ട്. യെസ് സർ. So where should we go? Where should we go? How far? Tell us how far we should go. Where is your SP, sir? Tell him. He told me that he will brief us. Where is he? Where is the SP? സോ CM എത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയത്തിനുള്ളിൽ ആർമിയുടെ ഓപ്പറേഷൻസ് കൂടി ഇവിടെ ആരംഭിക്കും. അപ്പോൾ ആർമി ഓപ്പറേഷൻസ് നടക്കുന്നത് നമ്മളുടെ ക്യാമറയിൽ പതിയാതിരിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ചിലരെങ്കിലും ഇവിടെ അടക്കം പറയുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ വഴിമാറി കൊടുക്കും. പക്ഷേ ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്ന് കഴിഞ്ഞ 4 ദിവസമായി ജില്ലാ പോലീസ് മേധാവി നമ്മളെ തടഞ്ഞിരുന്നു.